ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെസിപ്പീസ് ഒന്നല്ല കേട്ടോ, എൻ്റെ ഡെയിലി കിച്ചൺ റൊട്ടീനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഡെയിലി ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ഏറ്റവും നീറ്റായി കിടക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് കിച്ചൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ നൈറ്റ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രമെല്ലാം കഴുകി കിച്ചൺ നീറ്റായിട്ട് ഇടുകയാണെങ്കിൽ രാവിലെ വരുമ്പോൾ തന്നെ നമുക്കൊരു റിലാക്സ് മൈൻഡ് ആയിരിക്കും കേട്ടോ, ഫ്രഷ്നെസ് ആയിരിക്കും നമുക്ക് കിട്ടുക. കാരണം പണികളൊന്നും ചെയ്യാമല്ലോ, ഡയറക്റ്റ് നമുക്ക് കുക്കിങ്ങിലോട്ടേക്കോ അങ്ങനെ എന്തെങ്കിലോട്ടേക്കെങ്കിലും കിടക്കാമല്ലോ. അപ്പോൾ നമുക്കൊരു റിലാക്സ് മൈൻഡാണ് കിട്ടുന്നത്. ആ ഒരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതിനെക്കൊണ്ട് തന്നെ തലേന്ന് രാത്രി ഞാൻ എല്ലാം നീറ്റാക്കിയിട്ട് തന്നെയാണ് കിടക്കൽ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് പറയുന്നത് കിച്ചണിലെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഹാളിലോട്ടേക്കും റൂമിലോട്ടേക്കെല്ലാം പോവുള്ളൂ. പിന്നെ ഒന്നും അങ്ങനെ പെരങ്ങിയൊന്നും കിടക്കാത്തത് കൊണ്ട് എനിക്ക് അത്ര വലിയ വിഷയമായിട്ട് തോന്നലില്ല കേട്ടോ. അപ്പോൾ കിച്ചണിലെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോവുള്ളൂ. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കുറഞ്ഞ ഒരു 2 അവർ കൊണ്ട് തന്നെ നമുക്ക് തീർക്കാവുന്ന പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മീൻകറി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ. മീൻകറി ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്കത്തെ ചോറിനും ഇന്നത്തെ മീൻകറി തന്നെയാണ്. പിന്നെ മീൻകറി നമ്മൾ തക്കാളി ഉള്ളിയെല്ലാം വാടാൻ വെക്കുന്ന സമയത്ത് ഞാൻ ഉപ്പേരിക്കുള്ള അരിയലാണ് കേട്ടോ. ഉപ്പേരിക്ക് പച്ചക്കായല്ലേ, അതാണ് ഇന്നത്തെ ഉപ്പേരി. അപ്പോൾ പച്ചക്കായെല്ലാം അരിയുമ്പോൾ നമ്മളെ കയ്യിൽ ഇങ്ങനെ കറ പിടിക്കുമല്ലോ, ആ കറ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കറ നമ്മളെ കൈ അങ്ങനെ കറ പിടിക്കില്ല കേട്ടോ. ഇനി പച്ചക്കായെല്ലാം ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഉപ്പേരിക്കൊക്കെ അരിയുമ്പം ഇതൊന്ന് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഈ പച്ചക്കായയിലെ കറയെല്ലാം പോകാൻ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കറയെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ. ഇനി ഈ സമയം കൊണ്ട് നമ്മളെ തക്കാളി ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മളെ മസാലപ്പൊടി ഇല്ലേ, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയിട്ട് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കും. ഇതിപ്പോൾ തണിഞ്ഞതിന് ശേഷം ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കലാണ്. തണിയാതെ നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സീൻ്റെ ജാറ് നാശമായി പോകും കേട്ടോ. ഇനി ഈ അരച്ചെടുത്തിട്ടുള്ളത് ഞാൻ അതേ സെയിം മൺചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കലാണ്. പിന്നെ നമ്മൾ മീൻകറി എല്ലാം വെക്കുമ്പോൾ പൊതുവെ വാളംപുളീനെയും കാട്ടി ടേസ്റ്റ് നമ്മളെ പിന്നെ കുടംപുളിയില്ലേ, അത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. മത്തിയും മാന്തൾ മീനുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കും. അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ദോശ ചുടാനുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ്. അപ്പോൾ ഞാനിത് മറ്റേ ഗ്യാസിലോട്ടേക്ക് മാറ്റിയിട്ട് ഞാൻ ഈ സൈഡിൽ ദോശ ചുടലാണ്. അപ്പോൾ ഞാനിന്ന് ചുടുന്നത് നീര് ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നീര് ദോശ ചുടുമ്പോൾ എപ്പോഴും നോക്കി നോക്ക്, ഗ്യാസിൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ മാവിങ്ങനെ തെറിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്യാസിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ മാവ് തെറിച്ചാലും ക്ലീൻ ആക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളൊന്ന് നോക്കി നോക്കുക കേട്ടോ. ഞാൻ അധികം ഉണ്ടാക്കുന്ന ഒരു നാസ്റ്റാണ് കേട്ടോ നീർദോശ എന്ന് പറയുന്നത്. ചൂടോടെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മോൻക്കും ഇത് തന്നെയാണ് കേട്ടോ ഇഷ്ടം, എനിക്കിത് പഞ്ചസാര കൂട്ടി തിന്നാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അധികം ഉണ്ടാക്കുന്നൊരു നാസ്റ്റാണ് നീർദോശ കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടേ ഉണ്ടാവുള്ളൂ, ഉപ്പ പണിക്ക് വന്ന സമയത്ത് ഞാനും മോനും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയല്ലേ, അതിനെക്കൊണ്ട് ഇത് തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ അധികം നാസ്റ്റൊക്കെ ഉണ്ടാക്കൽ. ദോശയെല്ലാം ഏകദേശം ചുട്ട് തീരാനാകുമ്പോഴത്തേക്കും നമ്മളെ കറിയെല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതേ സെയിം അടുപ്പിൽ ഞാൻ ഉപ്പേരിയും കൂടി വെക്കലാണ്. ഉപ്പേരി ഒരടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ കറണ്ട് അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി ഇട്ടിട്ട് അത് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കലാണ്. പിന്നത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തുള്ള കുപ്പികളൊക്കെ ഉണ്ടാവില്ലേ, ഈ മസാല കുപ്പികളൊക്കെ, അതൊക്കെ ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് നമുക്ക് തുടച്ചിട്ടെടുക്കാം കേട്ടോ. ഇങ്ങനെ തുടച്ചിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. ഇങ്ങനെ തുടച്ചിട്ട് നമുക്ക് അതാത് സ്ഥാനത്തിന് ഇത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ. ഇത് ഞാൻ ഒരു ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാത്രം കഴുകലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം
നാസ്റ്റിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് കേട്ടോ. നാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് ചോറായി കറിയായി എല്ലാം ആയി കേട്ടോ. അപ്പോൾ പിന്നെ പാത്രം കഴുകലാണ്. പാത്രം കഴുകുമ്പം ഞാൻ ഫസ്റ്റ് എപ്പോൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ഐറ്റംസ് എല്ലാം ആദ്യം കഴുകി വെക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മീനിൻ്റെ സ്മെല്ല് അതും ഇതൊക്കെ സ്മെല്ലുണ്ടാവില്ല, അതൊന്നും ഈ ഗ്ലാസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനല്ലേ. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ അതെല്ലാം ഒന്ന് കഴുകലാണ്. ഗ്ലാസ് ഐറ്റംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ ചെറിയ പാത്രമില്ലേ അതെല്ലാം പിന്നെ കഴുകലാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ കരി പിടിച്ച പാത്രം അങ്ങനത്തെ ഒന്നുമില്ല, അതിനെക്കൊണ്ട് അവിടെ ഇവിടെ കരി ആവുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ കഴുകുന്ന പാത്രം നമ്മൾ അപ്പം തന്നെ എടുത്തു വെക്കാതെ കുറച്ച് ടൈം ഇങ്ങനെ അതിലത്തെ വെള്ളമെല്ലാം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു നീറ്റായിട്ട് കിടക്കും കേട്ടോ. നമുക്ക് ആ സ്പേസെല്ലാം ഒന്ന് ഇങ്ങനെ പാത്രം വെക്കുന്ന സ്പേസെല്ലാം ഒന്ന് നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുവേ. പാത്രമെല്ലാം കഴുകി ഞാനത് അതിലത്തെ വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നിന്നതിൽ കൗണ്ടർ ടോപ്പെല്ലാം നമുക്ക് ഒന്ന് സോപ്പ് ഇട്ട് കഴുകലാണ് കേട്ടോ. അപ്പം കൗണ്ടർ ടോപ്പിൻ്റെ മേലെ എന്തെല്ലാം ഉണ്ടോ ആ സാധനമെല്ലാം ഞാൻ ഫസ്റ്റ് ഒന്ന് മാറ്റും കേട്ടോ. എന്നിട്ട് നല്ലോണം സോപ്പ് ഇട്ടിട്ട് കഴുകലാണ്. അതിൻ്റെ ആ ചുമരിൻ്റെ അവിടെ ഒട്ടിച്ചിട്ടുള്ള ടൈലും അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് സോപ്പ് ഇടും കേട്ടോ. അത് പിന്നെ ഒന്ന് ശീലമായിപ്പോയി കേട്ടോ, അതിനെക്കൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇത് ഞാൻ എന്നും സോപ്പിട്ടിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ, അല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല കേട്ടോ, എന്നും സോപ്പിട്ടിട്ട് കയറുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ കിച്ചൺ ക്ലീനിങ്ങിനായിട്ട് വെച്ചിട്ടുള്ള ഒരു തുണി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഈ സോപ്പിൻ്റെ പതയെല്ലാം തുടച്ചിട്ടെടുക്കലാണ് കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ തുടക്കുമ്പോൾ നമ്മൾ ആ പിന്നെ തുണി ഒന്ന് ഒലുമ്പണം കേട്ടോ, എന്നാലേ നീറ്റ് ആവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എണ്ണയെല്ലാം വെക്കുന്ന സൈഡ് ഉണ്ടാവുമല്ലോ, ആ സൈഡും ഞാൻ ഇതേപോലെ തന്നെ എന്നും സോപ്പിട്ടിട്ട് കഴുകുന്ന ഒരു ഏരിയയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണപ്പശയെല്ലാം ഉണ്ടാവുമല്ലോ, അതിനെക്കൊണ്ട് ആ ഏരിയ എന്നും സോപ്പിട്ടിട്ട് കഴുകിയെടുക്കുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. കിച്ചണിൽ ഈ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പുറത്ത് വാഷിംഗ് മെഷീനിൽ തുണി അലക്കാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആ പണിയും കൂടി നമുക്ക് ഈസി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഗ്യാസ് അടുപ്പ് വെച്ച ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു ഏരിയ ആണ്. കാരണം കുറേ കോർണറുകളുണ്ട് കേട്ടോ. ഇനി പാടെല്ലാം സോപ്പിൻ്റെ എല്ലാം അംശം ഇങ്ങനെ പറ്റി നിൽക്കും കേട്ടോ. അപ്പം ആ ഒരു ഏരിയ എനിക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ആക്കിയിട്ട് എടുക്കൽ. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ സോപ്പെല്ലാം ഇട്ടിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ്. പിന്നെ നമ്മളെ ഗ്യാസിൻ്റെ അടിഭാഗം നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി എടുക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ എങ്ങനെ എണ്ണപ്പശയെല്ലാം ഉണ്ടാവും, അപ്പോൾ അത് എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് എടുക്കേണ്ട സ്ഥലമാണ്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ കോർണർ ഏരിയ എല്ലാം നല്ലോണം വന്നിട്ട് ഉരച്ചു കൊടുക്കലാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ സോപ്പിൻ്റെയും എന്തിൻ്റെയൊക്കെ അംശം ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ ഉരച്ചു കൊടുക്കലാണ്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസിൽ അടുപ്പെല്ലാം വെച്ചിട്ടുണ്ടാവില്ലേ, അടുത്ത ചുമരില്ലേ, ആ ചുമരിൻ്റെ ടൈല് നമ്മൾ എപ്പോഴും നീറ്റായി ഇട്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണപ്പശയെല്ലാം ഇങ്ങനെ തെറിച്ചിട്ടുണ്ടാവും. ഞാനത് എന്നും ചെയ്യുന്നൊരു കാര്യം കൊണ്ട് എനിക്ക് അത്ര ഒരു വൃത്തികേടായിട്ട് അവിടെ തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പിൽ വെക്കാനുള്ള സാധനങ്ങളെല്ലാം നല്ലോണം തുടച്ച് നീറ്റായിട്ട് തന്നെ വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഞാൻ പാത്രമെല്ലാം ഇങ്ങനെ വെള്ളം പോകാണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം അതാ സ്ഥാനത്ത് എടുത്ത് വെക്കലാണ്. ഞാൻ എപ്പോഴും യൂസ് ആക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അതിനെക്കൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഒരു എസൻസ് എന്തെങ്കിലുമൊക്കെ സോപ്പിൻ്റെ കൂടെ ഒഴിച്ചിട്ട് ആണ് കേട്ടോ ഞാനിതൊന്ന് സോപ്പിട്ടിട്ട് ഉരക്കലുള്ളൂ. അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു തൃപ്തി പോരാ കേട്ടോ, കാരണം ഞാൻ അധികം ഉപയോഗിക്കുന്നൊരു ഏരിയ ആണ് കേട്ടോ ഇത്. സോപ്പൊന്നും ഉപയോഗിക്കാതെ കേക്കുണ്ടെങ്കിൽ വല്ല എണ്ണപ്പശ അതെല്ലാം അടങ്ങനെ പറ്റി നിൽക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സോപ്പെല്ലാം ഇട്ടിട്ട് കഴുകുക. നമ്മൾ ഈടെല്ലാം തുടച്ചെടുക്കുന്ന തുണിയില്ലേ, അത് എപ്പോഴും അപ്പോൾ ഒലുമ്പിയിട്ട് മാത്രം തുടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ സോപ്പ് ഇങ്ങനെ പതിഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. പിന്നെ നമ്മളെ മെയിൻ ഏരിയ ആണ് സിങ്ക് എന്ന് പറയുന്നത് കേട്ടോ. സിങ്ക് ഞാൻ ലാസ്റ്റ് കഴുകലുള്ളൂ. അത് നല്ലോണം സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലോണം കഴുകിയിട്ട് എടുക്കലാണ്. ഇന്ന് ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് സിങ്ക് കഴുകിയിട്ടുള്ളത് കേട്ടോ.
പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഗോൾഗേറ്റും ഉപ്പും കൂടി ഇട്ടിട്ട് സിങ്ക് കഴുകിയിട്ടുണ്ടെങ്കിൽ സിങ്കത്തെ കറയെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ പൈപ്പില്ല, അത് ഞാൻ എന്നും കഴുകുന്നൊരു ഏരിയയാണ്. ഇങ്ങനത്തെ ബ്രഷെല്ലാം ഉപയോഗിച്ചിട്ട് പൈപ്പ് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള കറയെല്ലാം അതെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ചുമരില്ലേ, അതും ഞാൻ എന്നും കഴുകുന്നൊരു ഏരിയ തന്നെയാണ് കേട്ടോ. സോപ്പ് ഇട്ടിട്ട് തന്നെ കഴുകിയിട്ടെടുക്കലുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ നല്ല ചൂടുള്ള വെള്ളം ഇങ്ങനെ സിങ്കിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണപ്പശയൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു വേസ്റ്റിൻ്റെ ടിന്നിൽ നമ്മൾ ഇങ്ങനെ ഇവിടെ കിച്ചണിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേസ്റ്റിലിടാൻ ഈസി അല്ലേ. പിന്നെ ഈ ഒരു കബോർഡ് സൈഡും ഞാൻ എന്നും തുടച്ചെടുക്കുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ, അങ്ങനെ വൃത്തികേടായിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ കൗണ്ടർ ടോപ്പിലൊന്നും എനിക്ക് ഒരു സാധനം വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്നും ഇതേപോലെ തന്നെയാണ് എൻ്റെ കിച്ചൺ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എൻ്റെ ഡെയിലി ചെയ്യുന്ന ഒരു കിച്ചൺ ക്ലീനിങ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.